യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 138 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻസ് പറയുന്നു സങ്കീർത്തനങ്ങൾ 71 മുതൽ 74 വരെ, 1 കൊരിന്ത്യർ 5-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ്, നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നമ്മുടെ നാട്ടിലെ 2 വൃക്ഷങ്ങളുടെ പേരുള്ള ഒരു പദം പാഠഭാഗത്തുണ്ട്. പദം ഏത്? എത്ര പ്രാവശ്യം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പുളിമാവ്. 1 കൊരിന്ത്യർ 5:6, 7, 8. ഇതിലാണ് ഈ ഉത്തരം ഉള്ളത് കേട്ടോ. 4 പ്രാവശ്യം എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒരു അക്ഷര വ്യത്യാസത്തിൽ കാണുന്ന 2 സ്ഥലനാമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഷെബ, സെബ എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 72-ന്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആയുധത്തിന്റെ പേരും തൃശൂർ ജില്ലയിലെ ഒരു പ്രധാന ഗ്രാമത്തിന്റെ പേരും ഒന്നാണ്. ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കോടാലി എന്നുള്ളതാണ് കേട്ടോ. സങ്കീർത്തനങ്ങൾ 74-ന്റെ 5-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ തൃശൂർ ജില്ലയിലെ ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ് കോടാലി എന്നുള്ള സ്ഥലം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: 2 ജീവികളുടെ ഒരേ അവയവത്തെ ദൈവം ചിതറിച്ചു കളഞ്ഞു. ജീവികൾ ഏവ? അവയവം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ലിവ്യാധാൻ, തിമിംഗലം. അവയവം തല. സങ്കീർത്തനങ്ങൾ 74-ന്റെ 13, 14 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദുഷ്ടന്മാരുടെ ഒരു ആഭരണമായി പറഞ്ഞിരിക്കുന്ന പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഡംഭം എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 73-ന്റെ 6-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഡംഭം ദുഷ്ടന്മാർക്ക് മാലയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത പോർഷൻസ് പറയുന്നു. സങ്കീർത്തനങ്ങൾ 75 മുതൽ 78 വരെ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.